ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതിന് പുറമേ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നെങ്കിൽ ഒന്ന് ഹെവി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളകും, ഒരു പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉള്ളെങ്കിൽ അത് മാത്രം എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2-3 പീസ് ബോൺലെസ് ചിക്കനും കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് എങ്കിൽ ഇല്ല, നിങ്ങൾക്ക് വെജ് സ്നാക്കാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ചിക്കൻ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതെല്ലാവരുടെയും ഒരു ചോപ്പറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിതിൽ ക്യാബേജ് ഒഴുകി ബാക്കിയെല്ലാം ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ഒരു സൈസ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫില്ലിങ് വെക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേ കണ്ടോ, നമ്മളിത് രണ്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ്. നമുക്കൊരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം ഉണ്ടല്ലോ, നമ്മുടെ വലിയ ജീരകം പൊടിച്ചത്, ഒരു അല്പം കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. എങ്കിലാണ് അതിൽ നിന്ന് വെള്ളം, കാരണം നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ടാവും, ആ വെള്ളത്തിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകകൂടി വേണം. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇനി നമുക്ക് 1 കപ്പ് മൈദയും ഒരല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശ പോലെ നമ്മളിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ദോശ പോലെ ചുട്ടിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇല്ല, നിങ്ങളുടെ കയ്യിൽ പേസ്ട്രി ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ല, നമ്മുടെ സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചു വിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം, അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, കാരണം ആ ഒരു ദോശയുടെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഫില്ലിങ്സ് ഒന്നും തന്നെ പുറത്ത് പോവാതെ നല്ലൊരു ബോക്സ് പോലെ ഇത് നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതേ ഒന്നുകിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് റോളാക്കാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ദേ ഈ ഒരു സൈഡിൽ കുറച്ച് മൈദ ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. മൈദ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാറ്ററി ഇല്ലേ, അതിൽ നിന്നൊരല്പം മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടും സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇനി അതിനകത്തുനിന്ന് ഫില്ലിങ്സ് ഒന്നും തന്നെ പുറത്തു പോവില്ല. അപ്പം ഞാൻ ഈ ഒരു ബാറ്റർ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഷീറ്റ് ഫുള്ളും ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 2 മുട്ട എടുക്കാം കേട്ടോ. മുട്ടയിൽ കുറച്ച് ഉപ്പും ഒരു ഗ്രീൻ ചില്ലി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് എടുക്കുക, ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതൊന്ന് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിയർ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതായത് നമുക്കിതിങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതെല്ലാം കുക്കായിട്ടുള്ളതാണ്. ഇനി ഒരു എഗ്ഗ് മിക്സ്ചറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഈ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. കാരണം നിങ്ങളിത് തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. പുറമേ ഉള്ളിൽ കുറച്ച് സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് ഒരു പീസ് തന്നെ മതി കേട്ടോ ഒരാൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് സ്നാക്കായിട്ടാണെങ്കിൽ ഒരു പീസ് മതി, ഇല്ല നിങ്ങൾക്ക് ഡിന്നറായിട്ടോ അതുപോലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കണമെങ്കിൽ 2 പീസ് കഴിച്ച് കഴിഞ്ഞാലും നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വിരുന്നുകാർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ സ്നാക്സിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.